വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദാവീദ് ഇപ്രകാരം പറഞ്ഞു: ജസ്സയുടെ പുത്രൻ ദാവീദ് ദൈവം ഉയർത്തിയവൻ. കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ ദൈവം സംസാരിക്കുന്നു. പ്രഭാതത്തിൽ പ്രകാശം പോലെ. 2 സാമുവേൽ 23 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. ദാവീദിൻ്റെ ഭരണകാലത്ത് ഫിലിസ്ത്യരെ ആക്രമിച്ച് കീഴടക്കാൻ പലപ്പോഴായി അവനോടൊപ്പം ഉണ്ടായിരുന്ന 3 ധീരയോദ്ധാക്കളായിരുന്നു യോഷേബ, ഷെബത്ത്, എലയാസർ, ഷമ്മ. കർത്താവ് വീണ്ടും ഇസ്രായേലിനോട് കോപിച്ചു. അവരെ കഷ്ടപ്പെടുത്താൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. 2 സാമുവേൽ 24:1 ഇസ്രായേലിലെയും യൂദയായിലെയും ആളുകളുടെ എണ്ണമെടുക്കുക എന്ന കർത്താവ് അവനോട് കൽപ്പിച്ചു എന്ന തിരുവചനം 1 ദിനവൃത്താന്തം 21:1 വിവരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിൻ്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. ദാവീദ് രാജാവ് യോവാബിനോടും സൈന്യത്തലവന്മാരോടും ജനസംഖ്യ എടുക്കാൻ പറഞ്ഞ് എണ്ണമെടുത്തപ്പോൾ സൈന്യസേവനത്തിന് പറ്റിയവർ ഇസ്രായേലിൽ 8 ലക്ഷവും യൂദയായിൽ 5 ലക്ഷവുമായിരുന്നു. ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസാക്ഷിക്കുത്തുണ്ടായി. ദാവീദ് കർത്താവിനോട് പറഞ്ഞു: ഞാൻ കൊടും പാപം ചെയ്തിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസന്റെ പാപം പൊറുക്കണമേ. ഞാൻ വലിയ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. കർത്താവ് കൽപ്പിച്ച പ്രകാരം ഗാദ് ദാവീദിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു: നിന്റെ രാജ്യത്ത് 3 വർഷം ക്ഷാമമുണ്ടാവുകയോ, നീ ശത്രുക്കളിൽ നിന്ന് 3 മാസം ഒളിവിൽ പാർക്കുകയോ, നിന്റെ രാജ്യത്ത് 3 ദിവസം പകർച്ചവ്യാധി ഉണ്ടാവുകയോ, ഏത് വേണം? എന്നെ അയച്ചവന് ഞാൻ മറുപടി കൊടുക്കേണ്ടതിന് നീ ആലോചിച്ച് ഉത്തരം നൽകുക. ദാവീദ് പകർച്ചവ്യാധിക്ക് സമ്മതിക്കുന്നു. അങ്ങനെ അന്ന് പ്രഭാതം മുതൽ നിശ്ചിത സമയം വരെ കർത്താവ് ഒരു പകർച്ചവ്യാധി അയച്ചു. ദാൻ മുതൽ ബെർഷേബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചു. കർത്താവിൻ്റെ ദൂതൻ ജെറുസലേം നശിപ്പിക്കാൻ കൈനീട്ടിയപ്പോൾ കർത്താവ് ആ തിന്മയെപ്പറ്റി അനുതപിച്ചു. സംഹാരദൂതനോട് അവിടുന്ന് കൽപ്പിച്ചു: മതി, കൈ പിൻവലിക്കുക. 2 സാമുവേൽ 24 16 തിരുവചനം. ദാവീദ് ബലിപീഠം പണിത് കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. കർത്താവ് ദാവീദിൻ്റെ പ്രാർത്ഥന കേട്ടു. ഇസ്രായേലിൽ നിന്ന് മഹാമാരി വിട്ടുപോയി. 2 സാമുവേൽ പുസ്തകം ഇവിടെ അവസാനിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ബലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.